ഗതികേടാ ഇത്. അറിഞ്ഞു വെച്ചുകൊണ്ട് എന്റെ മോൾ ആപത്തിലേക്ക് പറഞ്ഞു വിടേണ്ട അവസ്ഥ ആയി പോയില്ല ഭഗവാനെ. അങ്ങനെയൊന്നും കരുതേണ്ടത് തന്നെ. ഇപ്പൊ നമുക്ക് വലുത് നമ്മുടെ മോളുടെ ഭാവിയാ. അവൾക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ സൂരജിനെ തിരിച്ചുകൊണ്ട് വന്നേ പറ്റൂ. സൂരജിനെ നഷ്ടപ്പെട്ടപ്പോൾ മരിക്കാൻ ചിന്തിച്ചു എന്ന് അവള് പറഞ്ഞത് താനും കേട്ടതല്ലേ? അതെ, പക്ഷെ മനോജേട്ടാ, നമ്മുടെ മോൾക്ക് ഭാവിയിൽ ഉപകരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഓരോന്ന് സമ്പാദിച്ചു വെച്ചത്. അതൊക്കെ ഇപ്പോ ആർക്കാന്ന് പോലും അറിയാതെ കൊടുക്കേണ്ടി വന്നാലോ? തന്നെ ഒരു വിവാഹം ആർഭാടമായിട്ട് നടത്താനായിട്ട് എത്ര ലക്ഷങ്ങൾ ആളുകൾ ചെലവാക്കുന്നത്? നമ്മുടെ മോൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണെന്ന് ചിന്തിച്ചാൽ മതി. സൂരജ് തിരിച്ചു വരിക എന്നത് ഹരിയേക്കാൾ ആവശ്യം ഇപ്പം നമുക്കാ. അത് മറക്കരുത്. മനോജേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്റെ മാനസികാവസ്ഥ കൂടി മനോജേട്ടൻ മനസ്സിലാക്കണം. ഞാൻ അവളുടെ അമ്മയല്ലേ. യാതൊരു സുരക്ഷയില്ലാത്തൊരു ജീവിതത്തിലേക്ക് ഞാൻ എന്ത് വിശ്വസിച്ച് അവളെ പറഞ്ഞു വിടും? തന്നെ ജീവിതം വിദ്യയുടെയാ. അതിൽ തീരുമാനം എടുക്കേണ്ടതും അവളാ. അതിൽ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. നമ്മൾ നല്ലതെന്ന് കരുതി കണ്ടെത്തി കൊടുക്കുന്ന ജീവിതം നല്ലതാവണമെന്നൊന്നും ഇല്ലല്ലോ. അതുമാത്രമല്ല, സൂരജും വിദ്യയും തമ്മിലുള്ളത് ഒരു വെറും പ്രണയമൊന്നുമല്ല. അങ്ങനെ ആയിരുന്നു എങ്കിൽ വിദ്യ സൂരജ് ഇല്ല എന്ന സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിച്ചേനെ. ഇത് അവളിവിടെ ജീവനോടെ ഉണ്ടെന്നല്ലാതെ അവളുടെ മനസ്സ് അവൾക്കൊപ്പം ഇല്ല. ധന്യം, എന്റെ മോളെ ഈ അവസ്ഥയിൽ കാണാൻ എനിക്ക് വയ്യ. സൂരജ് എവിടെ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ വിദ്യയുടെ സന്തോഷം എന്തായിരുന്നു എന്ന് നീ നേരിട്ട് കണ്ടതല്ലേ? ഈ ലോകത്ത് മറ്റെന്തിനെങ്കിലും അവളെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഒക്കെ ശരിയാ. ഈ ഭൂമിയിൽ മറ്റെന്തിനേക്കാളും അവളെ സൂരജിനെ സ്നേഹിക്കുന്നുണ്ട്. അതെ. അപ്പൊ നമ്മുടെ മോൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അവളുടെ സൂരജിനെ അവൾക്ക് കണ്ടെത്തി കൊടുക്കുക എന്നത് മാത്രമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വഴി നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ട്. അപ്പൊ അതിനോട് മുഖം തിരിക്കാതെ വേണ്ടത് ചെയ്യണം. അതാണ് ശരി. താനിപ്പോ എതിര് പറഞ്ഞാലും തൻ്റെ മനസ്സിലും അതാണെന്ന് എനിക്കറിയാം. ഒന്നും ഓർത്ത് മനസ്സിനെ ടെൻഷനാക്കാതെ എത്രയും പെട്ടെന്ന് സൂരജിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുക. എന്റെ ആഗ്രഹം അത് തന്നെയാ. പക്ഷെ ഓരോ പുതിയ പ്രശ്നങ്ങൾ അറിയുമ്പോഴും എന്താവും എന്റെ മോളുടെ ജീവിതം എന്ന് പേടി തോന്നിപ്പോവുക. എല്ലാവർക്കും ഒരു വിധിയുണ്ട് തന്നെ. അത് നമ്മൾ അനുഭവിച്ചേ മതിയാവും. ആദർശം കേറി വാ മോനെ, വാ. ആദർശിരിക്കെ, മീരമോളെ കൊണ്ടുപോകാൻ വന്നതാവും അല്ലേ? അല്ല, ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിന്. ആദർശേട്ടൻ വന്നോ? ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട, വന്ന കാര്യം പറഞ്ഞിട്ട് ഞാൻ ഉടനെ ഇറങ്ങും. മോനെ, സൂരജിന്റെ കാര്യത്തില് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തോ? ആ കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത്. സൂരജിനെ രക്ഷിക്കാൻ അവരാവശ്യപ്പെട്ട മുഴുവൻ തുകയും ഞാൻ തരാം. സന്തോഷായി മോനെ. എനിക്കറിയായിരുന്നു ആദർശം ഞങ്ങളെ കൈവിടില്ലെന്ന്. ഇതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അധിക
അധികം താമസിക്കാതെ ഈ തുക ഞാൻ തിരിച്ചു തരാം. തിരികെ പണമൊന്നും എനിക്ക് വേണ്ട എന്ന് കരുതി അത്രയും പണം വെറുതെ കളയാനും എനിക്ക് പറ്റില്ലല്ലോ. ഞാനൊരു ബിസിനസ്സുകാരനായി പോയില്ലേ. ഒരു ബിസിനസ്സുകാരൻ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊരു പ്രോഫിറ്റ് അയാൾ കണ്ടിരിക്കും. അതൊക്കെ എന്നേക്കാൾ നന്നായിട്ട് മീരയ്ക്കറിയാം. കാരണം എന്നെ പോലും ബിസിനസ് പഠിപ്പിക്കുന്ന ലെവലിലേക്ക് വളർന്ന ഒരു ഇന്റലിജന്റ് ബിസിനസ്സുകാരിയാണ് മീര. ആദർശൻ എന്താ ഉദ്ദേശിക്കുന്നത്? പറയാം. ആദർശിന്റെ മനസ്സിലിപ്പോഴും എന്റെ മോളോട് ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. എന്തിനാ മോനെ അത്? മീരെ ആദർശിന് നന്നായിട്ട് അറിയാവുന്നതല്ലേ? അങ്കിൾ പ്ലീസ്, അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്കിപ്പോൾ സമയമില്ല, താല്പര്യമില്ല. ഞാൻ വന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് എൻ്റെ ഡിമാൻഡ്സാണ്. നിങ്ങൾക്ക് വേണ്ട പണം ഞാൻ തരുമ്പോൾ ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ എനിക്കും ചെയ്തു തരണം. എന്തു വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. എന്റെ മോനെ രക്ഷിക്കാൻ ഞങ്ങളെ സഹായിച്ച മാത്രം മതി. ആദർശ് കാര്യം എന്താന്ന് തെളിച്ചു പറഞ്ഞോളൂ. നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരുന്നോടെ ഞാനും ഈ കുടുംബവുമായി പിന്നീട് ഒരു ബന്ധം ഉണ്ടാവില്ല. എന്താ മോനെ ഇത്? എന്തൊക്കെയാ ഈ പറയുന്നത്? അങ്ങനെ നിസ്സാരമായിട്ട് പറഞ്ഞു ഒഴിവാക്കാവുന്ന ഒന്നാണോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ മുഴുവൻ പറയട്ടെ. ആദർശേട്ടൻ പറയട്ടെ അച്ഛാ. കമ്പനിയിൽ മീരയ്ക്കുള്ള എല്ലാ അധികാരവും മീര തിരിച്ചെഴുതി തരണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, എതിർപ്പും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ബന്ധം അവസാനിപ്പിക്കാൻ മീര മ്യൂച്വൽ ഡിവോഴ്സിന് സമ്മതിക്കണം. നടക്കില്ല, ഇതൊന്നും നടക്കില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സൂരജിനെ രക്ഷിക്കാനുള്ള പണം വേണമെങ്കിൽ എന്റെ ഈ ഡിമാൻഡ്സ് അംഗീകരിച്ചേ പറ്റൂ. ആദർശേ, ഇങ്ങനെ ക്രൂരമായിട്ട് പെരുമാറരുത്. എന്റെ മോളെ ഉപേക്ഷിക്കരുത്. ഞാൻ എന്റെ കാര്യം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. മീരയെ എന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാനോ സ്നേഹിക്കാനോ എനിക്ക് കഴിയില്ല. ഇനി അഥവാ നിങ്ങൾ വാശി കാണിച്ചാൽ ഞാൻ കെട്ടിയ താലിയും കഴുത്തിലടഞ്ഞ് ഈ വീട്ടിൽ താമസിക്കാന്നല്ലാതെ മറ്റൊരു പ്രയോജനം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ആ വാശി കാണിക്കുമ്പോൾ അപകടത്തിലാവുന്നത് സൂരജിന്റെ ജീവിതമാണ്. അങ്ങനെ പറയരുത്. എന്റെ മോനെ കൈവിടരുത്. വേണ്ട ആദർശേ, സൂരജിനെ രക്ഷിക്കാൻ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. തന്റെ ഒരു സൗജന്യം എനിക്ക് വേണ്ട. ആദർശിന്റെ ഡിമാൻഡിനോട് ഞങ്ങൾക്ക് സമ്മതമല്ല. എനിക്ക് സമ്മതമാണ്. മോളെ, നീ എന്താ ഈ പറയുന്നേ? ആദർശേട്ടൻ പറഞ്ഞ എല്ലാ ഡിമാൻഡ്സും അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഗുഡ്. മീരയ്ക്ക് ബുദ്ധിയുണ്ട്. സൂരജിന് വേണ്ടി മാത്രമല്ല, എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാതെ എന്നെ ഒഴിവാക്കാൻ നോക്കുന്ന ഒരാളെ ഒരു താലിയുടെ പേരിൽ മാത്രം ഈ ബന്ധത്തിൽ തളച്ചിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിൽ നിന്ന് മോചനം വേണമെന്ന് ഏത് നിമിഷം ആദർശേട്ടൻ ആഗ്രഹിച്ചോ ആ നിമിഷം തന്നെ ഈ ബന്ധം തകർന്നു കഴിഞ്ഞു. ഇനി നിർബന്ധിച്ച് പിടിച്ചു നിർത്തുന്നതിൽ അർത്ഥമില്ല. എന്നാലും മോളെ, വേണ്ട അച്ഛാ, ഒന്നും പറയണ്ട. എന്റെ മനസ്സിലെന്നും ഇദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ട്. അതങ്ങനെ തന്നെ നിലനിൽക്കാൻ ഞങ്ങൾ പിരിയുന്ന നല്ലത്. ഞാൻ എപ്പോ എവിടെ സൈൻ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി, ചെയ്തു തരാം. പിന്നെ അതിനുവേണ്ടി സൂരജിനെ രക്ഷിക്കാം പണം തരാമെന്ന് പറഞ്ഞ മനസ്സിന് നന്ദി. പേപ്പേഴ്സ് റെഡിയാക്കിയിട്ട് ഞാൻ അറിയിക്കാം. പിന്നെ സൂരജിന്റെ കാര്യത്തിൽ പണം റെഡിയാണെന്ന് അറിയിക്കേണ്ടവരെ അറിയിച്ചോളൂ. ശരി, ഞാൻ ഇറങ്ങുക. നിങ്ങൾ തമ്മിൽ വഴക്കില്ല,
കുറച്ചു ദിവസത്തേക്ക് മീരയെ അവളുടെ വീട്ടിൽ നിർത്തിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ രീതിയിൽ സംസാരിച്ചാൽ അതിന്റെ അർത്ഥം എന്താ ആദർശേ? ഭാര്യയും ഭർത്താവും തമ്മിലെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊന്നും എല്ലാവരെയും ബോധിപ്പിക്കാൻ പറ്റില്ലല്ലോ. അവർക്കൊന്നിച്ച് മുന്നോട്ട് പോവാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ ആദർശ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അപ്പൊ ആദർശിനെ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം നമ്മളെ സപ്പോർട്ട് ചെയ്യാ വേണ്ടത്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. സൂരജിനെ രക്ഷിക്കാൻ പണം കൊടുത്ത് സഹായിക്കുന്നതിന് പകരം അതേ പണം മീരയെ ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ അതെന്തു മര്യാദയാണ്? എനിക്ക് ശരിയെന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തത്. നീ ചെയ്തതിൽ എന്ത് ശരിയുണ്ടെന്നാ പറയുന്നേ? അമ്മേ, ഓരോരുത്തർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളെ അവരവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അബി, കുടുംബത്തിൽ ഒരു കുഴപ്പമുണ്ടായാൽ അത് പരിഹരിക്കാൻ വീട്ടിലെ എല്ലാവരും പരിശ്രമിക്കണം. പക്ഷെ നീ ഇപ്പോ എരുതിയിൽ എണ്ണ ഒഴിച്ച് മീരയും ആദർശിനെയും പിരിക്കാനാ നോക്കുന്നത്. ഞാൻ ആരെയും പിരിക്കാനും തിരിക്കാനും ഒന്നും നോക്കുന്നില്ല. സത്യത്തിൽ ഈ വീട്ടിൽ ആദർശിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നത് ഞാൻ മാത്രമോ? ഇന്നത്തെ കാലത്തെ ജീവിതത്തെക്കുറിച്ചും മനുഷ്യരുടെ സ്വഭാവത്തെക്കുറിച്ചും നിങ്ങൾക്കൊന്നും ഒരു ധാരണയില്ല. പണ്ടുകാലത്തെ പോലെ വിവാഹം കഴിച്ചതിന്റെ പേരില് ജീവിതകാലം മുഴുവനും സഹിച്ചു ജീവിക്കാനൊന്നും ആരും ഇന്ന് തയ്യാറൊന്നുമല്ല. ഒന്നിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് പരസ്പരം പറഞ്ഞ് ബന്ധം അവസാനിപ്പിക്കുന്നതാ ഏറ്റവും നല്ലത്. ഈ ഭൂമിയിലും മനുഷ്യനെ വളരെ കുറച്ചു നാള് മാത്രമേ ജീവിതമുള്ളൂ. ആ സമയത്ത് മനസ്സമാധാനവും സന്തോഷവും വേണം. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ അതങ്ങ് വേണ്ടാന്ന് വെക്കണം. അബി ഇപ്പൊ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോ ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാ. പക്ഷേ രണ്ടു വ്യക്തികളാവുമ്പോ എപ്പോഴും അഭിപ്രായത്തിലും ഇഷ്ടാനിഷ്ടങ്ങളിലുമെല്ലാം വ്യത്യാസം ഉണ്ടാകും. അത് വഷളാകാതെ നോക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. ആന്റി പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ അവരുടെ ബന്ധം പിരിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നവളൊന്നും അല്ല. ഞാൻ പറഞ്ഞു വന്നത് അതല്ല അബി. ആരൊക്കെ തമ്മിൽ എന്തു പ്രശ്നം ഉണ്ടായാലും അവര് തമ്മിൽ പിരിയാതെ ചേർത്ത് നിർത്തുന്നത് സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ ആരും ആരിൽ നിന്നും അകന്നു പോകില്ല. ആന്റി പറഞ്ഞത് ശരിയായിരിക്കും. ഞാനൊരു വിവാഹത്തിന് ഒട്ടും പ്രിപ്പയർ അല്ലാതിരുന്ന സമയത്താണ് ജാതകം ഗ്രഹനില എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വിവാഹം നടത്തിയത്. പക്ഷേ വിവാഹത്തിന് ശേഷം ഒരു ദിവസം പോലും സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അതൊന്നും മീരയുടെ കുറ്റം കൊണ്ട് സംഭവിച്ചല്ലോ. കുറ്റം ആരുടേതായാലും അനുഭവിച്ച മുഴുവൻ ഞാൻ മാത്രമല്ലേ. ഓരോ സമയത്തും നമ്മൾ എന്തൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോണമെന്ന് ഈശ്വരൻ തീരുമാനിക്കും. അത് മാറ്റാൻ ആർക്കും ആവില്ല ആദർശേ. അങ്ങനെയാണെങ്കിൽ ഇത് ഞാനും മീരയും കടന്നു പോകേണ്ട സിറ്റുവേഷൻ ആയിരിക്കും. അങ്ങനെ കരുതിയാ പോരെ? അഹങ്കാരം കൊണ്ട് സ്വയം ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അതിന് വിധിയെ ഈശ്വരനെയും കൂട്ടുപിടിക്കുന്നത് ശരിയല്ല. മീരെ വിവാഹം കഴിക്കാൻ നിനക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ മീരയുമായുള്ള വിവാഹം വേണോ വേണ്ടയോ എന്ന് ചിന്ത വന്നപ്പോ മീര തന്നെ മതിയെന്ന് പറഞ്ഞത് നീ തന്നെ. അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ജീവിതം ഇനി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നിയോണ്ടാ ഞാനത് അവസാനിപ്പിക്കാൻ ഇപ്പൊ തീരുമാനിക്കുന്നത്. വിവാഹത്തിന് മുമ്പ് ഞാൻ സ്വതന്ത്രനായിരുന്നു. എനിക്ക് എൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും എൻ്റെ തീരുമാനങ്ങൾ വിജയത്തിലെത്തിക്കാനും സാധിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ എല്ലായിടത്തും തോറ്റുപോവാ. എൻ്റെ തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നു. എൻ്റെ കോൺഫിഡൻസ് തന്നെ ഇല്ലാതാവുന്നു. അതൊക്കെ മീര കാരണം സംഭവിച്ചതാണെന്നാണോ നീ പറയുന്നേ? അറിയില്ല. പക്ഷേ വിവാഹത്തിന് ശേഷമാണ് എനിക്ക് ഇത്തരം അവസ്ഥകൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ല. എൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ മീരയ്ക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളും എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇനിയുള്ള കാലം എനിക്ക് ജീവിതം ആസ്വദിച്ച് ജീവിക്കണം. ടെൻഷൻ സഹിച്ച് നെഞ്ചുപൊട്ടിയും അകാലത്തിൽ മരിക്കാനോ ജീവിതം ആത്മഹത്യയിൽ അവസാനിപ്പിക്കാനോ എനിക്ക് വയ്യ. പാവം, അവൻ
ഒരുപാട് സഹിക്കുന്നുണ്ട്. ഒരാളെ നിർബന്ധിച്ച് അയാളുടെ ജീവിതം ഇല്ലാതാക്കുന്നത് കൊണ്ട് ആരും ഒന്നും നേടാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കിയ എല്ലാവർക്കും കൊള്ളാം. നമ്മൾ പറയുന്നത് എന്താ മാധവി ഇവർക്ക് മനസ്സിലാകാത്തത്? അവർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ചേച്ചി. പക്ഷേ അത് അംഗീകരിക്കില്ലെന്ന് വാശി പിടിച്ചാ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? എന്താ ബി നീ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്ന? ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാൻ പോവുക. ആദർശ് മീരയെ ഡിവോഴ്സ് ചെയ്യും. അതോടെ ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. അബി, ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് വേണ്ട. മീര ഒരു പാവമാണ്. ആദർശിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പെൺകുട്ടിയാണ് മീരയെന്ന്. അവരെ തമ്മിൽ പിരിക്കരുത്. അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. ആഹാ, അത് കൊള്ളാലോ. എന്റെ അനുജൻ ഇല്ലല്ലോ മീരയെ കുറിച്ച് ഇത്രയ്ക്ക് അഭിപ്രായം. പിന്നെ എങ്ങനെയാ നിങ്ങൾക്കറിയാവുന്നത് മീര നല്ല പെൺകുട്ടിയാന്ന്? അബി, നിർത്ത്. എന്ത് പറഞ്ഞാലും തനിക്കുള്ളതാ ഇതുപോലത്തെ സംസാരം. ഞാൻ പറയുന്നതിനാണ് കുറ്റമല്ലേ? നിങ്ങൾ ചെയ്യുന്നതിന് കുറ്റമില്ലല്ലേ? വിഘ്നേഷേട്ടാ, ഞാൻ നിങ്ങളോട് പല തവണ പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുത്ത് മീരെ പൊക്കി പറഞ്ഞുകൊണ്ട് വരരുതെന്ന്. കുറെ കഷ്ടപ്പെട്ടിട്ടായാലും ആ നാശത്തിന് എങ്ങനെയും ഇവിടെ നിന്ന് ഒഴിവാക്കാൻ പോവാ. ആ സമയത്ത് നിങ്ങളുടെ ഒരു സഹതാപം. ഇതേ സഹതാപമല്ല, ഞാൻ പറഞ്ഞത് കാര്യ. മീരയെ ആദർശിനെ അകറ്റാൻ ഇനി ഒരു കാര്യവും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാ ഞാൻ പ്രതികരിക്കുന്ന ഇങ്ങനെ ആയിരിക്കില്ല. ഓ, എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്ന പറയുന്നത്? ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ വീട്ടിലോ ആദർശിന്റെ ജീവിതത്തിലോ മീരയ്ക്കിനി ഒരു സ്ഥാനം ഉണ്ടാവില്ല. അതിന് എന്നെ കൊണ്ട് പറ്റുന്നത് എല്ലാം ഞാൻ ചെയ്തിരിക്കും. എന്തിനു വേണ്ടിയുള്ള താൻ ഈ പാപങ്ങളൊക്കെ ചെയ്യുന്നത്? താൻ കാരണം എത്ര പേരാണ് വിഷമിക്കുന്നതെന്നൊന്ന് ഓർത്തു നോക്കിയേ. എന്തിന്? അതിന്റെ കാര്യമൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്താലും അതെല്ലാം നമുക്ക് വേണ്ടിയാ. അത് നിങ്ങൾ ഓർത്താ മതി. അങ്ങനെ ഒരു നന്മ എനിക്ക് വേണ്ടെങ്കിലോ? ഒരാളെ ദ്രോഹിച്ചും പറ്റിച്ചൊന്നും എനിക്കൊന്നും നേടണ്ട. അല്ലെങ്കിൽ തന്നെ മീരെ ദ്രോഹിക്കുന്നോണ്ട് തനിക്ക് എന്താ പ്രയോജനം? എടോ, എന്ത് ലാഭം തനിക്ക് കിട്ടാൻ പോകുന്നത്? ആദർശിന്റെ സ്വത്തും മനസ്സിൽ കണ്ടിട്ടാണോ താൻ ഓരോന്ന് ചെയ്യാൻ പോകുന്നത്? എങ്കിലേ അത് മണ്ടത്തരവാ. മീരയായിട്ട് പിരിഞ്ഞാലും ആദർശ് വീണ്ടും വേറെ വിവാഹം കഴിക്കില്ലേ? അപ്പൊ പിന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതുകൊണ്ട് എന്താ ലാഭം? ആദർശ് വേറെ ആരെ കല്യാണം കഴിച്ചാലും എനിക്ക് ഒരു പരാതിയുമില്ല. പക്ഷേ അത് മീര ആവരുത്. എനിക്ക് അത് മാത്രമേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി ആരും ഒന്നും പറഞ്ഞ് ആദർശിന്റെ മനസ്സ് മാറ്റാതെ രണ്ടും രണ്ട് വഴിയാവണം. എനിക്ക് സുഭദ്രാന്റിയെ നല്ല പേടിയുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ മീര ദേവതയാണെന്നും പറഞ്ഞോണ്ടാ അവരിയ്ക്കുന്നത്. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു ആദർശിനെ തിരുത്തുമെന്നുള്ള ടെൻഷനിൽ ഞാൻ ഇരിക്കുമ്പോഴോ അവളുടെ സ്തുതി പാടിക്കൊണ്ട് നിങ്ങൾ വരുന്നത്. ഞാൻ ആരുടെ സ്തുതി പാടിയതല്ല. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ. തന്റെ സഹോദരനാണ് ആദർശ്. ആദർശിന്റെ നല്ലൊരു ജീവിതമാണ് താൻ തകർക്കാൻ പോകുന്നത്. ഒരു പുരുഷന്റെ വിജയം എന്ന് പറയുന്നത് അവനെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു ഭാര്യയെ കിട്ടുന്ന. ആ കാര്യത്തില് ആദർശ് ഭാഗ്യവാനായിരുന്നു. ആദർശ ആ കേസിൽ പെട്ടപ്പോ ഞാനും താനും ഉൾപ്പെടെ എല്ലാവരും ഒരു നിമിഷം ആദർശ ആ തെറ്റ് ചെയ്തോന്ന് ചിന്തിച്ചില്ലേ? അപ്പോഴും ആദർശിനെ വിശ്വസിച്ച് ഒപ്പം നിന്ന് എല്ലാത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ടുവന്ന ആളാണ് മീര. അതൊക്കെ താനും തന്നെ അനുജനെ എത്ര പെട്ടെന്ന് മറന്നുപോയത്. അതിനവൾ എന്തെങ്കിലും ലാഭം മുന്നിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. അത് നേടിയെടുത്തിട്ടുണ്ടാവും. എങ്ങനെയാ ഇങ്ങനെ നന്ദിയോട് പറയാൻ തോന്നുന്നത്? കഷ്ടം. അല്ല, നിങ്ങൾക്കിപ്പോ എന്താ പ്രശ്നം? നിങ്ങളുടെ അനുജത്തിയൊന്നും അല്ലല്ലോ മീര. എന്റെ അനുജത്തിയുടെ സ്ഥാനത്ത് തന്നെയാണ് മീര. ഒരു സഹോദരന് തരേണ്ട സ്നേഹവും ബഹുമാനവും എനിക്ക് ആ കുട്ടി തന്നിട്ടുമുണ്ട്. അങ്ങനെ തന്നെങ്കിലേ ആ സ്നേഹം മനസ്സിൽ വെച്ചാൽ മതി, പുറത്തോട്ട് എടുക്കണ്ട. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോലെ നിന്നാ അതിന്റെ ഗുണം നിങ്ങൾക്കാ. ഒന്നും അല്ലാതിരുന്നിടത്ത് നിന്ന് ഇത്രയൊക്കെ എത്തിയത് അഭിരാമിയുടെ ഭർത്താവായതുകൊണ്ടാന്ന് മറക്കണ്ട. അതെനിക്കറിയാം.
താൻ കരുതുന്ന പോലെ തന്റെ ഭർത്താവായി കഴിയുമ്പോൾ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഓർത്തിട്ടല്ല ഞാൻ ഇവിടെ കഴിയുന്നത്. തന്നോടുള്ള സ്നേഹം കൊണ്ട്. അത് അഭിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. എന്താ വിഘ്നേശ്വരൻ പറഞ്ഞു വരുന്നത്? എനിക്കും ആത്മാഭിമാനമുണ്ട്. അത് ഞാൻ മനസ്സിലാക്കി തരാം.